ഹലോ, നമുക്കിന്ന് വെറും 10 മിനിറ്റ് ഉണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബുർജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാനിൽ ശകലം കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലാവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് മതി. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോയതുപോലെ. ഇനി ആവശ്യത്തിന് തക്കാളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അതിനുശേഷം ആവശ്യമുള്ള മസാലാസ് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പെപ്പർ പൗഡർ, ഇത്രയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സിലോട്ട് എഗ്ഗ് ആഡ് ചെയ്യാം. ഞാൻ 2 എഗ്ഗാണ് എടുത്തേക്കുന്നത്. എഗ്ഗ് ആഡ് ചെയ്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് എല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് മുട്ടയൊന്ന് കുക്കാവും വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എഗ്ഗ് കറിയാണ്. വെറും 10 മിനിറ്റ് ആവശ്യമേ ഉള്ളൂ ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്